بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ദുൽഹജ്ജ മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞിരിക്കുന്ന സമയം നമ്മോട് യാത്ര പറയുമ്പോൾ മഹാന്മാരായ ഹാജിമാർ ഹജ്ജിൻ്റെ പ്രധാന അമലുകളിൽ നിന്നും വിരാമം കുറിക്കുമ്പോൾ ഈ ഒരു കാലയളവ്, ഹജ്ജ് കാലത്തിൻ്റെ കാലയളവ് നാം ഒന്ന് അവലോകനം ചെയ്യുന്ന വളരെ വ്യക്തമായ ഒരു സമയത്തിലാണ് നാം ഏവരും സന്നിഹിതരായിട്ടുള്ളത്. അതായത് സ്വന്തം ജീവിതത്തെ ഒന്ന് വിചാരണ ചെയ്യലാണ്. ഓരോ ഹജ്ജും ലോക മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിവിൻ്റെ കാലമാണ് നൽകുന്നത്. റബ്ബിൻ്റെ ദിക്റിലേക്ക് പരിപൂർണമായി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലമാണ് ഹജ്ജ് കാലം എന്നത്. ഹജ്ജിന്റെ അമലുകൾ പുണ്യ ഹറമുകളിൽ നിർവഹിക്ക വഴി ഹാജിമാരും അവരെ അനുകരിച്ചും അനുധാവനം ചെയ്തും ഇബ്രാഹിമി സ്മരണയിലൂടെ ഉദ്ഹിയ കർമ്മങ്ങളിലും മറ്റും വ്യാപൃതരായി നാട്ടിൽ നമ്മളും പൊതുവെ ഹജ്ജിന്റെ കാലയളവിൽ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും ദിക്റുകളിലേക്കും ഒതുങ്ങിക്കൂടുന്നവരായി മാറുന്നുണ്ട്. ഒരുപാട് നന്മകൾ ആവാഹിച്ചെടുക്കാനുള്ള അവസരമായി ഹജ്ജിന്റെ കാലം വരികയാണ്. ഒരു റമദാന്റെ പ്രതീതി മിക്കവാറും ഉണ്ട്. റമദാനിന്റെ 30 ദിവസത്തിന്റെ പവിത്രതയെ മാനിച്ച് 30-ാം ദിവസം അല്ലെങ്കിൽ 30 ദിവസം പൂർണ്ണമായി 31-ന്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ ഹജ്ജിന്റെ പ്രധാന അമലുകളും അതുപോലെ ഉദ്ഹിയ പോലെയുള്ള കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ സമ്പൂർണമാക്കി 10-ന്റെ അന്ന് പെരുന്നാൾ കൂടുന്ന ആ ഒരു രീതി ഏതാണ്ട് ഒരു റമദാനിനോടുള്ള അനുകരണം പോലെ നമ്മൾ ഇതിലൂടെ പ്രാപ്തരാകുന്നുണ്ട്. ആ പ്രാപ്തി ത്യാഗത്തിന്റെ പ്രതീകമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സമർപ്പണത്തിന്റെ സമവാക്യമായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പറുദീസ തീർത്ത പ്രിയപ്പെട്ട മാതാവ് ഹാജർ റളിയല്ലാഹു അൻഹയും ഒക്കെയായി മാറുന്നുണ്ട്, അല്ലെങ്കിൽ മാറേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട 3 കാറ്റഗറിയിലേക്ക് ഒരു വ്യക്തി ജീവിതത്തെ എത്തിക്കാൻ കഴിയാത്തവൻ 4-മതാകേണ്ടി വരുന്നത് പിശാചാണ്. യഥാർത്ഥത്തിൽ പറയപ്പെട്ട 3 വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിന്റെ അനുകരണങ്ങൾ ഹജ്ജിലും അല്ലാതെയുമായി നടക്കുന്ന കാലയളവിൽ അതിലൊന്നും പങ്കാളിത്തം കിട്ടാത്തവൻ പൈശാചിക വഴിയിൽ ആവാൻ സാധ്യതയുണ്ട്. ഹജ്ജിന്റെ അവസാന കർമ്മം എന്ന് പറയുന്നത് കല്ലേറാണ്, പിശാചിനെ അകറ്റി നിർത്തലാണ്. ജീവിതത്തിൽ ആഖിറം നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള പലതിനെയും നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ കല്ലെറിയാതെ അകറ്റണം എന്ന പൈശാചിക വിരോധത്തിന്റെ ഒരു രീതിയും ഹജ്ജിൽ അല്ലാത്തവരിലും ഇസ്ലാം ഉദ്ഘോഷിക്കുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആഖിറത്തെ നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ വഴിയിൽ ത്യജിക്കേണ്ട പലതിനെയും കുറിച്ച് നാം ഒന്ന് ബോധവാന്മാരാവാൻ ഹജ്ജിന്റെ ഈ കാലയളവിൽ, അല്ലെങ്കിൽ ഹജ്ജിന്റെ പ്രധാന കർമ്മം തീർന്ന ഈ കാലയളവിൽ ഹജ്ജ് കാലത്തെ ഒന്ന് അവലോകനം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ഏതൊരു അമല് ചെയ്യുമ്പോഴും ആ അമല് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നത് ഇലാഹി സ്മരണയാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദുനി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എന്നാണ്. ഏത് അമലും റബ്ബിന്റെ സ്മരണ വിഭാവനം ചെയ്യുന്നു. അള്ളാഹുവിലുള്ള സ്മരണ തന്നെയാണ് ഹജ്ജും.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ്, അഹ്മദ് ഒക്കെ അവരുടെ പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ജുഇലത് തവാഫു ബിൽ ബൈത്തി വ ബൈനസ് സഫാ വൽ മർവ വ റമിയുൽ ജിമാൻ ലിഇഖാമത്തി ദിക്രില്ലാ. ഹജ്ജിലെ തവാഫും സഅയും ജംറകളിലുള്ള ഏറുകളും എല്ലാം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാ. ഒരു ഇബാദത്ത് റബ്ബിന്റെ സ്മരണയെ വിഭാവനം ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ നിന്നും വിരമിച്ചാൽ നമ്മുടെ കടമ തീർന്നു എന്നല്ല. ആ ഇബാദത്തിലൂടെ നാം ഉണ്ടാക്കിയെടുത്ത മനസ്സിന്റെ ഒരു നിഷ്കളങ്കതയുണ്ട്, ഒരു ഇഖ്ലാസ് ഉണ്ട്. ഒരു 100 ദിക്ർ ചൊല്ലി നല്ലൊരു ദുആയും കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റാഹത്ത് മനസ്സിനുണ്ട്. അത് അപ്പ തന്നെ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ നമുക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാതെ ആ നേരത്തെ മനസ്സൊന്ന് പതഞ്ഞു പൊങ്ങിയ ഒരു ഈമാന്റെ വെളിച്ചമുണ്ട്, മനസ്സൊന്ന് കുളിർമ കൊണ്ട ഒരു വല്ലാത്ത അനുഭൂതി ഹൃദയത്തിനുണ്ട്. ഈ കാലയളവിൽ അത് എമ്പാട് നമുക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഹജ്ജിന്റെ ഓർമ്മകളിൽ, അതുപോലെ അറഫയുടെ നോമ്പിൽ, ദുൽഹിജ്ജയുടെ പവിത്രമായ ദിനരാത്രങ്ങളിൽ, ഉദ്ഹിയ്യയിൽ, പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മനസ്സൊന്ന് പതഞ്ഞു പൊങ്ങിയ ഈമാന്റെ ശോഭയെ നമ്മൾ പുറന്തള്ളല്ലേ എന്ന ഉപദേശം നമ്മുടെ മുന്നിൽ തരികയാ. ഏത് അമലും അത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ജുമുഅ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്, ജുമുഅ നിസ്കാരത്തിലൂടെ കിട്ടുന്ന ആത്മീയ നിർവൃതി, നിസ്കാരാനന്തരം ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുന്ന നേരത്ത് എന്നാ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഭയപ്പാടും കൂടുതലാക്കാനാണ് ജുമുഅയ്ക്ക് ശേഷം ശ്രമിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുപോലെ തന്നെ കൃത്യമായി തന്നെ പറഞ്ഞു, ഹജ്ജിന്റെ അമലിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അസദ്ദ ദിക്റാ. ഹജ്ജിന്റെ അമല് ചെയ്തവരോടുള്ള ഉപദേശം എങ്ങനെയാ? ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ആദരണീയനായ പിതാവിനെ ഓർക്കുന്ന പോലെ അല്ല. ആ ഒരു പോലെ പോലും ഇപ്പോൾ നമുക്കില്ല എന്നുള്ളതാണ്. ഹജ്ജ് കഴിഞ്ഞാൽ കിട്ടുന്ന ആത്മനിർവൃതിയിൽ ഇനി കുടുംബത്തിലെത്തിയാൽ വാപ്പയെ കാണാ, ഏറ്റവും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പിതാവിനെ, പ്രിയപ്പെട്ടവരെ കാണാ, അവരെ കുറിച്ചുള്ള ഓർമ്മകൾ ആ ഓർമ്മ പോലെ അല്ല. അതിനേക്കാളൊക്കെ ആ ഓർമ്മയെയും മറികടക്കുന്ന ഒരു ഓർമ്മ, എന്റെ റബ്ബ് എന്ന ഓർമ്മ ഉണ്ടാവണം എന്നതാണ് ഹജ്ജിന്റെ ആത്മാവ് എന്ന് പരിശുദ്ധ ഖുർആൻ. അത് ഹജ്ജിന് മാത്രമല്ല, നിസ്കാരത്തിലുണ്ട്. നിസ്കാരാനന്തരം ഏത് കർമ്മങ്ങളിലും ഒരു ആത്മീയമായ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു ആവേശമുണ്ട്. അത് കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെ അത് നഷ്ടപ്പെട്ടു പോകാം? പൈശാചിക വഴികളിൽ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന ഒരു വിലയിരുത്തൽ ഏതൊരു പ്രവർത്തനത്തിന്റെ മുന്നിലും ഉണ്ടാവൽ, അത് അള്ളാഹുവിന്റെ ദിക്റാണ്. ദിക്ർ എന്നത് വാചകങ്ങളിലല്ല, ദിക്ർ ചിന്തയിലാണ്, പ്രവർത്തനങ്ങൾ ദിക്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാഠം ഓരോ ഹജ്ജും നമ്മുടെ മുന്നിൽ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹജ്ജ് കാലം നമ്മുടെ മുന്നിൽ തരുന്നുണ്ട്. പിശാചിന്റെ പല തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിശാചിന്റെ ഏറ്റവും വലിയ കുതന്ത്രം എന്ന് പറഞ്ഞാൽ അള്ളാനെ ഓർക്കാനുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു മനുഷ്യനെ പിന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ അള്ളാനെ മറക്കുന്ന ഒരു സന്ദർഭത്തെ പിശാച് സംവിധാനിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ താല്പര്യത്തെ അവൻ കൂടുതൽ വർദ്ധിപ്പിക്കും. പിശാചിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ താല്പര്യങ്ങളിൽ ശാസ്ത്രീയമായി ഇടപെടാൻ കഴിയുന്നു എന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യന്റെ താല്പര്യം എവിടെയാണ്? അവന്റെ രക്തസഞ്ചാരത്തിലാണ്. ഇന്ന ശൈത്വാന യജ്രി മിൻ അഹദികും മജറദ്ദം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഓരോരുത്തരും പിശാചിനോട് എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരുടെയും രക്തത്തിലൂടെയാണ് പിശാച് സഞ്ചരിക്കുന്നത്. രക്തം പ്രേരണയാണ്, രക്തം പ്രചോദനമാണ്. ഒരു മനുഷ്യൻ മദ്യപാനിയാണ്, മദ്യപാനത്തിൽ അവൻ അടിമപ്പെട്ടിരിക്കുകയാണ്. അവന് കൃത്യം 4 മണിയാവുമ്പോൾ എന്നും മദ്യപിക്കുന്നു. എന്നാൽ ഒരു ദിവസം അന്ന് മദ്യമില്ലാത്ത 4 മണി എത്തിയാലും അവൻ മദ്യപിച്ചേ പറ്റൂ എന്ന രീതിയിൽ ലഹരി അവനെ കീഴടക്കുക. എന്തുകൊണ്ട്? ആ ശരീരത്തിൽ ബ്ലഡിൽ മീഥൈൻ ആൽക്കഹോൾ നിറഞ്ഞിരിക്കുക. ബ്ലഡാണ് ആ പ്രേരണ കൊടുക്കുന്നത്.
എങ്കിൽ മനുഷ്യനെ വഴിപിഴപ്പിക്കാനുള്ള പ്രേരണയും പ്രചോദനവും ആവേശവും നൽകാൻ രക്തത്തിലൂടെ പിശാച് സഞ്ചരിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ അവൻ ഏറ്റവും കൂടുതൽ വിജയം കണ്ടിട്ടുള്ളത് അള്ളാനെ ഓർക്കുന്ന സന്ദർഭത്തിൽ നിന്ന് ആദ്യം അങ്ങോട്ട് മാറ്റി നിർത്തലാണ്. അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പിന്നെ തെറ്റാണോ ശരിയാണോ എന്ന് വിവേകിക്കില്ല. അവൻ നേരെ ഒരു സാധാരണ പ്രവൃത്തി പോലെ, എന്നാൽ ആസ്വാദനത്തോടുകൂടെ തെറ്റിലേക്ക് ഇഴകും എന്നുള്ളതാണ് ഇതിന്റെ ആത്മീയ വശമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ പലപ്പോഴും അള്ളാനെ ഓർക്കുന്നതിൽ നിന്നും നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ട്. സൗകര്യങ്ങൾക്ക് വേണ്ടി തോന്നിവാസം കാണിക്കുന്നവരുണ്ട്. എന്നിട്ടോ അത് മക്കളുടെ താല്പര്യം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നമ്മൾ നിൽക്കുന്ന സ്റ്റേജാ പറഞ്ഞത്. സ്നേഹത്തോടുകൂടെ അല്ലാഹ് വിളിക്കാവോ മുഅ്മിനീങ്ങളെ. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. സമ്പാദിക്കാൻ വേണ്ടി മക്കളുടെ പേര് കാരണമായി പറഞ്ഞുകൊണ്ടും അല്ലാഹനെ മറക്കേണ്ട അവസ്ഥകളിലേക്ക് നിങ്ങൾ വ്യാപൃതരാവല്ലേ. നിങ്ങൾ തിരക്കാണ്. എന്തുകൊണ്ട്? പിള്ളേർക്ക് വേണ്ടി. നിങ്ങൾ തിരക്കാണ്. എന്തുകൊണ്ട്? സമ്പാദിക്കാൻ വേണ്ടി. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ വ്യാപൃതരാവല്ലേ. അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു പരാജയത്തിന്റെ അടയാളമാണ്. പരാജയപ്പെടും എന്ന് ഖുർആൻ. ഒരാൾ മരിച്ച കരയും നമ്മൾ. എന്തിനാ? ആള് മരിച്ചുപോയി. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി എനിക്ക് ആരാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ടാ കരയാ. നേരെ മറിച്ച് ഈ പ്രിയപ്പെട്ടവൻ ഇനി മുതൽ ഏതൊരു ഏകാന്തതയിൽ ഒറ്റപ്പെടുന്നോ അദ്ദേഹത്തിന് ഇനി ആരാ എന്ന് ചോദിച്ചല്ല കരയാ. മനുഷ്യൻ സ്വാർത്ഥം വരികയാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആഖിറത്തെ മറക്കുന്നവനെ കൃത്യമായി ഉപദേശിച്ചു. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹു ഉള്ളിലേക്ക് കയറ്റി തരട്ടെ. ഹൃദയത്തിൽ ആ ചിന്ത തന്ന് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പിശാച് പിടികൂടുന്നത് ആരെയാ? പിശാച് പിടികൂടുന്നത് ആരെയാ? എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും. എളുപ്പത്തിൽ പിശാച് പിടിക്കുന്നത് ആരെയാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി ദർദാ റളിയല്ലാഹു അൻഹു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ സലാസത്തി വഫീ ഖറിയ വലാ ബദ് ലാ തുഖാബു ഫീഹിമുസ് സലാ ഇല്ലാ ഖദ് ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ. ഒരു നാട്ടിൽ ആകെ 3 മുസ്ലിമീങ്ങളെ ഉള്ളൂ. 3 മുസ്ലിമുള്ളൂ. പള്ളി വേണമെന്ന് നിർബന്ധമില്ല. 3 മുസ്ലിം മാത്രം ജീവിക്കുന്ന ഒരു നാട്ടിൽ ജമാഅത്ത് നിസ്കാരം നിർബന്ധമല്ലെങ്കിൽ ആ 3 പേരെയും പിശാച് വഴിപിഴപ്പിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിനെ അകറ്റി നിർത്താനുള്ള ഒന്നാമത്തെ വഴി ജമാഅത്തിനെ പരിഗണിക്കുക എന്നതാണ്. പള്ളിയിലേക്കുള്ള ഒരാളുടെ ഹൃദയബന്ധം അർശിന്റെ തണലിന്, അവന് അർശിന്റെ തണല് കിട്ടുമെന്നതിന്റെ ഒരു പ്രധാന ആവശ്യമായി തന്നെ അവൻ കണ്ടുകൊണ്ടുവരൽ ഈമാന്റെ അടയാളം. പള്ളിയെ ഹയാത്താക്കുന്നവനെ കണ്ടാൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളൂ, അവൻ ഈമാനുള്ളവനെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون
أنهم على شيء ألا إنهم هم الكاذبون. എന്ത് പറഞ്ഞാലും അള്ളാനെ പിടിച്ച് സത്യം ചെയ്യുന്ന ചില കള്ളന്മാരുണ്ട്. ഖുർആൻ പറയാ, പിശാച് ഏറ്റവും പിടിക്കുന്നത് അവരെയാ. അള്ളാണേ 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 അങ്ങനെ കൂടെ കൂടെ സത്യം ചെയ്ത് പറയുന്നവരിൽ കള്ളത്തരം പ്രതീക്ഷിക്കാമെന്ന് ഖുർആൻ. വിചാരണ നേരത്ത് പോലും അവരുടെ സ്വഭാവം എങ്ങനെയെന്ന് ഖുർആൻ. അള്ളാഹു പറയാണ്, ഖിയാമത്ത് നാളിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടുമ്പോ ഒരു വിഭാഗത്തെ വിചാരണ ചെയ്യുമ്പോ അവർ അള്ളാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്ത് പറയും, റബ്ബേ നീയാണ് സത്യം, അതിങ്ങനെയായിരുന്നു. അവർ പറയുന്നത് കള്ളമാണെന്ന് അള്ളാഹ്ക്കറിയാം, അവരുടെ രേഖകളിൽ അങ്ങനെയാണ്. അള്ളാഹു പറയാ, ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും. ഭൂമിയിൽ നിങ്ങളുടെ ഇടയിൽ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കള്ളത്തരം പ്രകടിപ്പിച്ചിരുന്നു. അതേ കള്ളത്തരവുമായി അവർ വിചാരണയുടെ നേരത്തും പ്രത്യക്ഷരാണെന്ന് ഖുർആൻ. വയഹ്സബൂന അന്നഹും അലാ ശൈഇൻ. ആ കള്ളത്തരം പുലമ്പിയിട്ട് സത്യം ചെയ്ത് വിചാരണയുടെ നേരത്ത് അവർ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുമ്പോൾ അവരുടെ ധാരണ അവർ രക്ഷപ്പെട്ടു, എന്തോ ഒന്ന് പറഞ്ഞ് സമർത്ഥിച്ചവർ നേടി എന്നാൽ കേട്ടോളൂ, അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. അവർ പച്ചക്കള്ളമാവിടെയും പറഞ്ഞതെന്ന ബോധ്യം അല്ലാഹുവിനുണ്ട്. അത് കണ്ടുകൊണ്ട് നിന്ന കോടിക്കണക്കിന് സൃഷ്ടികൾക്കും ബോധ്യമുണ്ട്, സാക്ഷികളായ മലക്കുകൾക്കും ബോധ്യമുണ്ട്. അവരുടെ രേഖകളിലും അവർ കള്ളമാണ് പറഞ്ഞത് എന്നുമുണ്ട്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ. ഭൂമിയിൽ അവരെ പിശാച് പിടികൂടിയതാ. പിശാച് പിടികൂടിയപ്പോൾ ഫഔസാഹും ദിക്റല്ലാഹ്. അല്ലാഹുവിനെ ഓർക്കാനുള്ള കാര്യകാരണങ്ങളെ മറന്നു പോകാൻ പിശാച് അവരെ തിരക്കാക്കി കളഞ്ഞേ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. തിരക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവ് പറയാം. തിരക്കാർക്കല്ലാത്ത സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടതാ അത്. എന്റെ പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനംപ്രതി വഅ്ള് പറഞ്ഞു കൊടുക്കുമ്പോഴും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ദിനംപ്രതി സമയബന്ധിതമായി ദർസ് നടത്തുമ്പോഴും ഒരു വലിയ പ്രവശയുടെ കാളിയാരായി നിൽക്കുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആനും ഹബീബിന്റെ ഹദീസും ഇജ്തിഹാദ് ചെയ്യുമ്പോഴും അല്ലാഹുവിലേക്ക് സമർപ്പണം നടത്തുമ്പോഴും പാതിരാവ് മുഴുവനും നിസ്കരിച്ച് ഹയാത്താക്കുമ്പോഴും ഒരു ദിവസം പകലൊരു ഖത്തമും രാത്രി ഒരു ഖത്തമും ഓതി തീർക്കുമ്പോഴും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചത് 24 മണിക്കൂർ എന്ന ഒരു ദിവസം കൊണ്ടാം. മഹാനവറുകൾക്ക് അന്ന് ഒരു ദിവസത്തിന്റെ ടൈം 24 മണിക്കൂർ തന്നെയാണ്. 7 ദിവസം തന്നെയാണ് അന്ന് ആഴ്ചയിലുണ്ടായത്, അല്ലാതെ ഒരാഴ്ച 10 ദിവസം അല്ല. എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് നിസ്കാരത്തിന്റെ വീഴ്ച കൊണ്ടാ. എന്തുകൊണ്ട്? സമയത്തെ അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത് നിസ്കാരം എന്ന ഘടികാരം കൊണ്ടല്ലേ. അല്ലാഹു സമയബോധം മനുഷ്യരിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ദുൽഹിജ്ജ എത്തി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ ഒരു അറ്റത്തെത്തിന. വെള്ളിയാഴ്ചകളിലെ ഖുതുബ കിതാബിന്റെ മറ്റേ അറ്റത്തുനിന്ന് തുടക്കത്തിൽ നിന്ന് ഖതീബ് തുടങ്ങിയതാ കഴിഞ്ഞ കൊല്ല. ദുൽഹിജ്ജ തീരലോടുകൂടെ ആ കിതാബിന്റെ ഇങ്ങ അറ്റെത്തി. ഒരു കൊല്ലം കൊണ്ടത് എത്തിയത്. ഒരു വയസ്സാ പോയത്. പണം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ സങ്കടപ്പെടും. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ സങ്കടപ്പെടും. സമയം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ സന്തോഷിക്കും. എന്നിട്ടോ എന്റെ 40ാമത്തെ ജന്മദിനം, ഹാപ്പി ബർത്ത്ഡേ. എന്തൊരു വിഡ്ഢിയാ മനുഷ്യൻ. ഏറ്റവും കൂടുതൽ ഖേദിക്കേണ്ടത് സമയം പോയതിലല്ലേ. ഇനി അത് തിരിച്ചു കിട്ടോ? ആരോഗ്യം ഒരു പരിധി വരെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. പണം വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സമയോ
ഹുവല്ലദീ ജഅല അശംസ ദിയാഅ വൽ ഖമറ നൂറാ وقدره منازل لتعلموا عدد السنين والحساب. ആരാണ് അല്ലാഹ്? സൂറത്ത് യൂനുസ്. ആരാണ് അല്ലാഹ്? അല്ലദീ ജഅല അശംസ ദിയാഅ വൽ ഖമറ നൂറാ. സൂര്യനെ അവൻ പടച്ചു ഓരോ ദിവസത്തെയും കണക്കാക്കാൻ. ചന്ദ്രനെ അവൻ പടച്ചു മാസത്തെ കണക്കാക്കാൻ. സൂര്യന്റെ ഉദയാസ്തമയങ്ങളെ കണക്കാക്കി ദിവസത്തെ നിശ്ചയപ്പെടുത്തി. സൂര്യന്റെ ഉദയനേരങ്ങൾ അല്ലെങ്കിൽ പ്രകാശമുള്ള സമയങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകാശത്തിലായിട്ട് 2 നിസ്കാരവും കൊടുത്തു. പ്രകാശമില്ലാത്ത നേരത്ത് 3 നിസ്കാരവും. എന്തിനാണ് സൂര്യചന്ദ്ര നക്ഷത്രാങ്കിത ഗോളങ്ങളെ അല്ലാഹു പഠിച്ചത്? ലിതഅലമൂ, നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടി. സിനീൻ, എത്ര വയസ്സ് ഇവിടെ ജീവിച്ചു, വൽ ഹിസാബ്, ഇനി എത്ര സമയമുണ്ട് എന്നൊരു ബോധം ഉണ്ടാവാൻ വേണ്ടി. ഇത് ഖുർആനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയബോധത്തെ കുറിച്ച് പ്രഖ്യാപിച്ചത് പരിശുദ്ധ ഖുർആൻ. ഇസ്ലാമിന്റെ ഘടികാരമാണ് നിസ്കാരം. ഓർമ്മശക്തി നിലനിൽക്കുന്നിടത്തോളം കാലം, അതായത് വിവേകി എന്ന് പറയുന്നിടത്തോളം കാലം ഒരു മനുഷ്യന് നിസ്കാരം നിർബന്ധമാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സമയബോധത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ, അതായത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ പിശാചിന് കഴിയുന്നിടത്ത് അവൻ വിജയം കൈവരിച്ചോടത്താണ് പിശാച് ഒരു മനുഷ്യനെ കൈയടക്കുന്നത്. ഹജ്ജിന്റെ അവസാനത്തെ അമല് ജംറയിൽ കല്ലെറിയ. ഇനി പിശാചേ നീ വരണ്ട. ആ ഒരു രീതിയുടെ അനുധാവനം, അതിന്റെ പ്രതീകാത്മകമായ അരങ്ങേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ലോകത്ത് പിശാച് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട 2 നേരം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും സങ്കടപ്പെട്ടത് 2 സമയത്താണ്. ഒന്ന് ബദറിന്റെ വിജയത്തിന്റെ നേരത്തും, 2 ഓരോ വർഷം അറഫ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു നരകമോചനം പ്രഖ്യാപിക്കുമ്പോഴുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പിശാച് ഒരു മനുഷ്യനെ പിടികൂടുന്നിടത്ത് ആദ്യം തന്നെ അല്ല എന്ന വിചാരം കളയല, ദിക്ർ കളയല. ദിക്ർ കളയാൻ പറ്റുമോ? ഒരു മനുഷ്യൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു, നമ്മളിപ്പോ ഇവിടെ ഇരുന്നു എഴുന്നേൽക്കാൻ നേരം എന്ത് ചെയ്യും? അവിടെ എണീറ്റു പോകും. ഇത്രേ ഉള്ളൂ. എഴുന്നേൽക്കാൻ നേരം അല്ലാഹ് എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് എഴുന്നേറ്റ് പോവൽ കറാഹത്താ. നമ്മുടെ പഴയ കാലത്തെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഒന്ന് ഇരുന്നോട്ടത്ത് നിൽക്കും, അല്ലാഹ് പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് എണീക്കും. നമ്മുടെ ഓർമ്മ അവരുടെ കാലിന്റെ മുട്ടിന് വേദനയോ മറ്റെന്തോ പ്രയാസമുള്ളതുകൊണ്ടാ. അങ്ങനെ പ്രയാസമുള്ളപ്പോ അവര് പറഞ്ഞു പഠിച്ചതല്ലാതെ, അവരത് സുന്നത്താണ് എന്ന് ഫത്ഹുൽ മുഈൻ ഓതി പഠിച്ചതല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രം ഫത്ഹുൽ മുഈൻ, ഇആനത്ത് അടക്കം ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഒരാൾ ഇരുന്നോടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹ് എന്ന ലഫ്ള് ഉച്ചരിക്കണം. ഒരു മനുഷ്യൻ നിന്നിട്ട് ഇരിക്കാൻ പോകുമ്പോ അല്ലാഹ് എന്ന ലഫ്ള് ഉച്ചരിക്കണം. എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോ അല്ലാഹ്. ഓരോ ചലനങ്ങളിലും എന്താ ഇതിന്റെ പാട്? എന്തൊരു വലിയ ആ സമയം പിശാച് അങ്ങോട്ട് മാറല്ലേ? അല്ലാന്ന് ഉച്ചരിക്കുമ്പോ പിശാച് അങ്ങോട്ട് മാറല്ല, അവനങ്ങോട്ട് അകറ്റി നിർത്തണം. എവിടെയും അകറ്റാൻ, കൂടുതൽ അകറ്റന്റെ അടുത്ത് പ്രത്യേക ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അവന്റെ ഏറ്റവും വലിയ ആലയം നമ്മുടെ ശൗചാലയമാണ്. കൂടുതൽ അവിടെ ശ്രദ്ധിക്കണം. അതിന് പ്രത്യേകം ദിക്ർ പറഞ്ഞു. മലമൂത്ര വിസർജനത്തിന് മുമ്പ് പിശാച് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം അറിയിക്കാൻ വരുന്ന മറ്റൊരു രംഗം ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ശാരീരിക വീഴ്ചയുടെ നേരമാണ്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന നേരത്ത് ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനെ വസ്വാസാക്കാനും ധാരാളം വെള്ളം കളയാനും പിശാച് ഏറ്റവും കൂടുതൽ രംഗത്ത് വരുന്നത് ഒതുവെടുക്കുമ്പോഴാണ്. ആ സമയത്ത് അവനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ദിക്റുകൾ പ്രത്യേകം പറഞ്ഞു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിശാചിനെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് ദിക്റുകൾ കൊണ്ടേ സാധിക്കൂ. ദിക്റുകൾ കൊണ്ടേ സാധിക്കൂ. ഏറ്റവും വലിയ ദിക്ർ ഏതാണെന്നറിയുമോ? മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ.
ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പോലും വല്ലാതെ ബഹുമാനിച്ചുകൊണ്ട് ആ സിൽസിലയിൽ ചേരാൻ ശ്രമിച്ചതല്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മുബാറക് തങ്ങൾ പറയാ, മാ ബഖിയ അലാ ലഹ്റിൽ അർളി ഇൻദി അഫ്ളല മിൻ ഫുളൈൽ ഇബ്നു ഇയാദ്. ഈ ഭൂമിയിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വലിയ മഹാൻ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മതശാലിയായ ഒരു പണ്ഡിതൻ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ആണെന്ന് ഇബ്നു മുബാറക് തങ്ങൾ പോലും പറയും വിധം ഒരുപാട് പണ്ഡിതന്മാർക്ക് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, ഇമാം സൗരി ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തുടങ്ങുന്ന താബിഈങ്ങളും താബിഈങ്ങളുമെല്ലാം ഏറെ ബഹുമാനിച്ചിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ഉണ്ടല്ലോ, ഒരു പെണ്ണുമായി പ്രണയബന്ധത്തിലായിരുന്നു. ആദ്യകാലം അങ്ങനെയാണ്. മനുഷ്യന്റെ മനസ്സിന്റെ അകത്തേക്ക് വരുന്ന ഒരു തൗബ എവിടം വരെ അവനെ സംസ്കരിക്കുമെന്നറിയുമോ? ഒരിക്കൽ അവളെ തേടിപ്പോയി, വീടിന്റെ വാതിൽക്കൽ മുട്ടി, വാതിൽ തുറക്കുന്നില്ല. അങ്ങനെയിരിക്കെ വീടിന്റെ ഉത്തരത്തിന്റെ മുകളിൽ കയറി ഓട് പൊളിച്ച് അവളെ വിളിക്കാൻ ശ്രമിച്ചു. ആ സമയം ആ വീടിന്റെ അകത്ത് നിന്നും ഒരു ഖുർആൻ പാരായണം കേട്ടു. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഹദീദിന്റെ 16-ാമത്തെ ആയത്ത്, അലം യഅനി ലില്ലദീന ആമനൂ ഔ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഇനിയും മനസ്സിനെ തയ്യാറാക്കാത്തവരെ, നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂല. എപ്പോഴാ മരിക്കാം പറയാൻ പറ്റൂല. സമയായില്ലേ എന്നൊരു ചോദ്യം ചോദിച്ച ആ ആയത്ത് കേട്ട ഉടനെ മഹാൻ അറിയാതെ പറഞ്ഞു, സമയായി, എനിക്ക് സമയായി. താഴെ ഇറങ്ങി. പിന്നെ ആധ്യാത്മിക ചിന്തയിലേക്ക് കയറി. അല്ല എന്ന വിചാരത്തിൽ ലയിച്ചു. ദിക്റുകൾ കൊണ്ട് പിശാചിനെ അകറ്റാം. പിശാചിനെ കല്ലെറിഞ്ഞോടിച്ച ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. പിശാചിനെ അകറ്റി നിർത്തിയ ആളാ സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധ മിഅ്റാജിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കൊടുത്ത 4 ദിക്റുണ്ട്. പിശാചിന് ഏറ്റവും വെറുപ്പ്, പിശാചിനെ ഏറ്റവും കൂടുതൽ ദേഷ്യവും സങ്കടവും നിരാശയും അനുഭവപ്പെടുന്നത് ഈ 4 ദിക്ർ ചൊല്ലുമ്പോഴാ. അതിൽ ഒരു ദിക്ർ പിശാചിന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ ചൊല്ലിയിട്ടില്ല. 80,000 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത കാലമുണ്ടായിട്ടുണ്ടവന്. ഒരിക്കലും ഇബ്ലീസ് ആ 80,000 കൊല്ലത്തിൽ ഒരിക്കലും ചൊല്ലാത്ത ആ ദിക്റാണ് അൽഹംദുലില്ലാഹ്. പിശാചിന് ഏറ്റവും വേദനയുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4 ദിക്റുകൾ കൊണ്ട് പിശാചിനെ അകറ്റി നിർത്താൻ പറ്റും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ദിക്റുകൾ കൊണ്ട് ഖൽബ് കഴുകാൻ, ഹജ്ജിന്റെ കാലയളവിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യാൻ സർവശക്തി നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന ഉപദേശം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹാന്മാരായ ഹാജിമാരുടെ ഈ വർഷത്തെ ഹജ്ജും അമലുകളും ദുആകളും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വൈകാതെ അവിടേക്ക് എത്താൻ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, തൗഫീഖ് നൽകണേ അല്ലാ. കിട്ടാനുള്ള പണം കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ എന്നൊരു സഹോദരൻ പറഞ്ഞേൽപ്പിച്ചു. റബ്ബേ, നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, സാമ്പത്തിക ബാധ്യതയുള്ളവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, കടബാധ്യതകൾ നീ വീട്ടണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്ക് അല്ലാ. വിവാഹപ്രായമായ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ നീ അടുപ്പിക്കണേ അല്ലാ. പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഞങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും പരീക്ഷകൾ നീ ഖൈറിലും റാഹത്തിലുമാക്കണേ അല്ലാ.
നാളെ ഓപ്പറേഷന് വിധേയനാകുന്ന സഹോദരന് വേണ്ടി അള്ളാഹുവേ ആ ഓപ്പറേഷൻ വിജയിപ്പിക്കണേ അല്ലാ, ആ ചികിത്സ ബറക്കത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. മരണപ്പെട്ടവർ, ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ലോകത്ത് വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. اللهم أعز الإسلام والمسلمين وأهلك الظلمة واليهوديين الذين يصدون عن سبيلك ويقاتلون أولياءك. اللهم فرق جمعهم، اللهم شتت شملهم، اللهم زلزل أقدامهم، اللهم انصر المؤمنين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.